തറവാട്ടി പോയപ്പോൾ പൊടി തട്ടിയെടുത്തതാണ്. ഫിഷ് ഫയർ കൊണ്ട് അൺഎക്സ്പയർഡ് ബോട്ടിലിൽ ഇങ്ങനെ ഒരു പൈനാപ്പിൾ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ? 80s കിഡ്സിന് അറിയാം ഇതിൻ്റെ വാല്യൂ. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറഞ്ഞു വന്നത്, ഞാൻ എല്ലാം നിർത്തി ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ്. ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ഈ ഏപ്രിൽ മെയ് മാസം ഞാൻ ഖത്തറിലായിരുന്നു. അന്ന് ഞാൻ മിസ് ചെയ്തൊരു കാര്യമാണ് ഈ ചക്ക, മാങ്ങ, തേങ്ങ. പിന്നെ മീൻകാരൻ പോകുമ്പോൾ ഓടിച്ച് പിടിച്ച് മീൻ വാങ്ങുക, എടുക്കുക, പൊരിക്കുക, ഗ്രില്ല് ചെയ്യുക, കഴിക്കുക എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതൊന്നും മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇക്കൊല്ലം ഞാൻ അതേ സമയത്ത് ഇവിടെ വന്ന് 1 മാസം താമസിച്ചത് എൻ്റെ പാലക്കാട്, എൻ്റെ നാട്ടിൽ. ചക്കയും മാങ്ങയും തേങ്ങയും ഇതെല്ലാം ആസ്വദിച്ച് മാക്സിമം ഇതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കി. മാങ്ങ കൊണ്ട് ഉണ്ടാക്കാത്ത കറികളൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ ഞാൻ ജ്യൂസ് വരെ അടിച്ച് ആസ്വദിച്ചിട്ടുണ്ട്, അതും എൻ്റെ സ്വന്തം തോട്ടത്തിലെ മാങ്ങ. പിന്നെ ചക്കയുടെ കാര്യം പറയേണ്ടത്, പൊളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ കഴിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ വിഭവങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചക്ക മിക്ക വീടുകളും കുറവായതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമായിരുന്നു കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഞാൻ കഴിക്കുകയാണ് ചെയ്തത് സ്വന്തം തോട്ടത്തിലെ ചക്ക. പിന്നെ മിസ്സാവരുതെന്ന് ആഗ്രഹിച്ച അടുത്തൊരു കാര്യമാണ് വേലയും പൂരമൊക്കെ. ഇവിടെ കരിവേല അങ്ങനെയുള്ള വേലകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എത്തിയ ദിവസമായിരുന്നു 1-2 സ്ഥലത്തെ അവസാന ദിവസം കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള അമ്പലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ മഴയൊക്കെ വരാറായി, നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോക്ക് നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ നല്ല ചൂടാണ്, ഇപ്പോൾ വരണ്ട, കുറച്ച് ദിവസം കൂടെ ഇരുന്നോ എന്നൊക്കെ എന്നോട് അവിടെയുള്ളവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോകേണ്ട ആളാണ്, അതിലൊരു സംശയമില്ല. ഇതൊക്കെ ഞാൻ ടെമ്പററി ആയിട്ട് വന്ന് ആസ്വദിച്ച് പോകണമെന്നേ ഉള്ളൂ. പിന്നെ അധികമായാൽ നമുക്ക് ബോറടിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ പോകുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ പോകും, എന്ന് പോകണം, എന്തൊക്കെയാണെന്നാണ്. പക്ഷേ പോകാറായപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പനി പിടിച്ചു, കോൾഡൊക്കെ വന്നു. എന്നാലും വേണ്ടില്ല, ഞാൻ ആ പനിയോട് കൂടെ തന്നെയാണ് തിരിച്ച് ചെന്നൈയിലെത്തിയത്. അപ്പോൾ ഇനി ചെന്നൈ കാഴ്ചകൾ.